വേനൽ മഴ. രചന, അവതരണം സ്വപ്നശ്രീ. പട്ടുസാരി ചുറ്റി മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി ബെഡ്റൂമിലെ ജാലകത്തിനരികിൽ നിന്ന് മനസ്സിൽ പുറത്തേക്ക് നോക്കി. വരണ്ടുണങ്ങിയ ഭൂമിയെ കൊതിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളായി കാർമേഘങ്ങൾ വാനിൽ ചുറ്റി നടക്കുന്നു. പ്രതീക്ഷകൾ നശിച്ച് മരണം പതിവാദിക്കൽ എത്തി നോക്കുമ്പോൾ പുതുജീവിതം കുറിച്ച് തൻ്റെ പ്രിയതമൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഭൂമി. പുതുമഴ തന്നെ പുണരുന്നതും കാത്ത് പ്രണയ സാക്ഷാത്കാരത്തിനായി കൊതിക്കുകയാണ് ഭൂമി. പ്രണയം. ആ വാക്ക് മനസ്സിൽ തെളിഞ്ഞതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. മനസ്സിൻ്റെ താളുകളിൽ എഴുതിവെക്കുന്ന വരികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പിടിച്ചുലയ്ക്കുന്ന വികാരം. ഹൃദയത്തിൻ്റെ ഭാഷ, വിരഹത്തിൻ്റെ വേദന, വൈരാഗ്യത്തിൻ്റെ എരിവ്, സൗഹൃദത്തിൻ്റെ സുഗന്ധം, പകയുടെ ചൂട്, വിട്ടുകൊടുക്കലിൻ്റെ ആനന്ദം, സഹനത്തിൻ്റെ കുളിർമ, വാത്സല്യത്തിൻ്റെ തണുപ്പ്, അറിയാതെ പോയ സ്നേഹത്തിൻ്റെ മധുരം, അടുക്കാൻ മടിക്കുന്ന ഭയത്തിൻ്റെ കയ്പ്, കണ്ണുനീരിൻ്റെ ഉപ്പിൽ നിന്നും മോചനമേകാനെത്തുന്ന സാന്ത്വനം, പ്രതിസന്ധികളിൽ താങ്ങായി തണലായി ആശ്വാസമായി എത്തുന്നു. ഇവയെല്ലാം കൂടിക്കലർന്നൊരു വികാരം. ഹൃദയമാകുന്ന മലർവാടിയിൽ ഒരു നാൾ പൂത്തൊലിയുന്ന പുഷ്പം പോലെ മധുരവും സുഗന്ധവും പകരുന്ന വികാരം. തനിക്കും തോന്നിയിരുന്നു അതുപോലെ ഒരു പ്രണയം. തൻ്റെ മനസ്സും ഈ ആകാശം പോലെ ദുഃഖത്തിൻ്റെ മേഘങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാകും അതൊന്ന് പെയ്തൊഴിയുക? അവൾ കണ്ണുകളടിച്ച് ചുവരും ചാരി നിന്നു. അവളുടെ ഓർമ്മകൾ 8 വർഷം പിന്നിലേക്ക് പോയി. അത് ഒരു അവധിക്കാലമായിരുന്നു. ഒരു ഞായറാഴ്ച തറവാട്ടുകെട്ടിലെ അകത്തളത്തിൽ കുട്ടികളെല്ലാവരും ചേർന്ന് കണ്ണുകെട്ടി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. പ്രതീക്ഷിക്കാത്ത അതിഥികളെ കണ്ട് മോഹൻ ഒന്ന് അമ്പരന്നു. തൻ്റെ പഴയകാല സുഹൃത്ത് സുധിയും ഭാര്യ ശോഭയും ഒപ്പം അവരുടെ ഒരേയൊരു മകനും വിനോദും എന്ന വിനു. മോഹൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഭാര്യ കമലയെ വിളിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി. പിന്നെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് മോഹനും സുധിയും വരാന്തയിലേക്ക് നടന്നു. ശോഭ കമലയോടൊപ്പം അടുക്കളയിലേക്ക് നടന്നു. വിനു ചുറ്റുവരാന്തയിൽ ഏകനായി നിൽക്കുമ്പോഴാണ് കണ്ണു കെട്ടിക്കൊണ്ട് മാനസ ഇവിടേക്ക് വന്നത്. ആരുടെയും സാമീപ്യം അറിഞ്ഞപ്പോൾ കുട്ടികളിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി സന്തോഷത്തോടെ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് കെട്ടഴിച്ചു. മുന്നിൽ കുസൃതി ചിരിയോടെ തന്നെ നോക്കുന്ന അപരിചിതനായ ആളെ കണ്ട് അവൾ ശരിക്കും വായും പൊളിച്ചു നിന്നു. ഒളിച്ചിരുന്ന കുട്ടികൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നതും അവൾ ചമ്മി നിന്നു. അവൻ ചിരിച്ചുകൊണ്ട് കൗതുകത്തോടെ എല്ലാവരെയും നോക്കി. ബഹളം കേട്ട് അച്ഛനും അമ്മയെല്ലാം അവിടേക്ക് വന്നു. മോഹൻ മകളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തി. ആഹാ, നീ ഇവിടെ കളിച്ച് നടക്കുകയാണോ? വന്നെന്നെ അടുക്കളയിൽ സഹായിച്ചേ. കമല പറഞ്ഞപ്പോൾ ദേഷ്യത്തിന് പകരം ആശ്വാസമാണ് തോന്നിയത്. ചമ്മിയ മുഖം മറക്കാൻ ഷാൾ വലിച്ചൂരി അപ്പുവിന് നൽകി അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. വാതിൽ കടക്കവേ ഒരു മാത്രം നിന്ന് പതിയെ തലചരിച്ച് അവനെ നോക്കി. താൻ നൽകിയ ഷാളെടുത്ത് അവൻ അപ്പുവിന് കെട്ടിക്കൊടുത്ത് അവൻ അവർക്കൊപ്പം കളിക്കാൻ തുടങ്ങി. അവളുടെ മനം വല്ലാതെ തുടിച്ചു. മുഖം തിരിച്ച് അടുക്കളയിലേക്ക് നടക്കവേ അവളോട് തന്നെ ചോദിച്ചു, ഇതാണോ താനെന്നും സ്വപ്നത്തിൽ കാണാറുള്ള രാജകുമാരൻ? ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ ചിന്തയിൽ നിന്നുണർന്നു. ചേച്ചി, ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അവരെത്താറായി കേട്ടോ, താഴെ നിന്ന് മാലു വിളിച്ചു പറഞ്ഞു. മാനസ ചെന്ന് കണ്ണാടിയിൽ നോക്കി. ഇങ്ങനെ അണിഞ്ഞൊരുക്കണേ എന്ന് കരുതിയതാണ് തൻ്റെ വിനുവേട്ടിന് വേണ്ടി. പക്ഷേ അവൾ കട്ടിലിൽ ചെന്നിരുന്നു. ഓർമ്മകൾ വീണ്ടും പുറകോട്ട് പോയി. ആ രാത്രി അവൾക്ക് ശരിക്കും ഉറങ്ങാൻ കൂടി സാധിച്ചിരുന്നില്ല. കണ്ണിരക്കുമ്പോഴെല്ലാം മുന്നിൽ അവൻ്റെ മുഖം തെളിഞ്ഞു. അരികിൽ പോതുപോലെ കിടന്നുറങ്ങുന്ന മാലുവിനെ അസൂയയോടെ നോക്കി അവൾ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. ഉദിച്ചുയർന്നു നിൽക്കുന്ന നിലാവ് കണ്ടപ്പോൾ മനസ്സൊന്ന് തണുത്തു. അവനെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ അവളുടെ മനസ്സ് കൊതിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ശരണയുമായി സ്കൂൾ ഗ്രൗണ്ടിലൂടെ സംസാരിച്ചു വരുമ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെ അവൾ കണ്ടത്. എന്തോ പരിചയം തോന്നി അടുത്തു ചെന്നപ്പോഴാണ് അത് ശോഭയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളെ കണ്ടതും ശോഭ ചിരിച്ചു. ആൻറ്റി, അവൾ സന്തോഷത്തോടെ വിളിച്ചു. മാനസി, മോ ഇവിടെയാണല്ലേ പഠിക്കുന്നത്? അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, ആൻറ്റി എന്താ ഇവിടെ? വിനു ഇവിടെ പഠിക്കുന്നത്, +2 സയൻസ്. അവളെ കാത്തു നിൽക്കുക ഞാൻ. ശോഭ പറഞ്ഞത് കേട്ട് തുള്ളിച്ചാടാൻ തോന്നി അവൾക്ക്. ഇരുവരും സംസാരിച്ച് നിൽക്കവേ വിനു അവിടേക്ക് വന്നു. അവനെ കണ്ടത് അവളുടെ മുഖം ചെന്താമര പോലെ വിടർന്നു. എന്നാൽ അവനോടൊപ്പമുള്ള ആളെ കണ്ടത് മുഖം വാടി. ഡോക്ടർ പ്രതാപിൻ്റെ മകൾ സ്വാതി പ്രതാപ്. സ്കൂളിലെ സൗന്ദര്യരാണ്. എല്ലാ ആൺപിള്ളേരും പിന്നാലെ നടന്നിട്ടും അവരെ ഒന്നോ തിരിഞ്ഞു പോലും നോക്കാത്തവളാണ് വിനുവിനോട് ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നത്. മാനസിക്ക് ദേഷ്യവും സങ്കടവും തോന്നി. മാനസിയെ കണ്ടതും വിനു ചിരിച്ചു. ഹായ് മാനസി, താൻ എവിടെയാണോ പഠിക്കുന്നത്? ആ അതെ, മങ്ങിയ ചിരിയോടെ അവൾ പറഞ്ഞു. നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു? ശോഭ പരാതി പറഞ്ഞു.
സോറി അമ്മ, ദേ ഇവളെയും കാത്തു നിന്നത് ഞാൻ. ഇവൾക്ക് അമ്മയൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. സ്വാതിയെ ചൂണ്ടി അവൻ പറഞ്ഞു. ശോഭ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഓ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് സ്വാതി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ പറഞ്ഞത് കേട്ട് മാനസിയുടെ നെഞ്ചു പിടഞ്ഞു. പിന്നെ അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. യാത്ര പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. ദിനങ്ങൾ കൊഴിഞ്ഞുപോയി. വിനു സ്കൂളിലൊരു സ്റ്റാർ തന്നെയായി മാറി. ഒരേ സ്കൂളിലാണെങ്കിലും അപൂർവമായി മാത്രമേ മാനസിക വിനുവിനെ കാണാൻ കൂടി പറ്റുമായിരുന്നുള്ളൂ. ഇതിനിടെ സ്വാതിയെയും വിനുവിനെയും ചേർത്ത് കുട്ടികൾക്കിടയിൽ ചില ടോക്കുകൾ ഉണ്ടായി. പക്ഷെ അതൊന്നും മാനസ കാര്യമാക്കിയില്ല. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ദിനത്തിൽ വിനുവിൻ്റെ വക ഒരു പാട്ടുണ്ടായിരുന്നു. സ്റ്റേജിനെ ആകെ ഇളക്കിമറിച്ച ആ പാട്ട് ഇന്നും അവളുടെ കാതുകൾ മുടങ്ങി കേൾക്കാറുണ്ട്. മേക്കർ പ്രോമിസ് ശരണ്യയുമായി സംസാരിക്കുമ്പോഴാണ് മൈക്കിൽ അനൗൺസ്മെൻറ്റ് കേട്ടത്. കേട്ട പാതി അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടി. വരാന്ത കടന്ന് ഗ്രൗണ്ടിലെത്തിയപ്പോഴേ കേട്ടു കുട്ടികളുടെ ആർപ്പവിളി. പാട്ട് കഴിഞ്ഞൊന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി അവൾ സ്റ്റേജിന് പിന്നിലേക്ക് ചെന്നു. കൂട്ടുകാരെല്ലാം കൂടി എടുത്തുപൊക്കി അവൻ അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ തന്നെ തള്ളി മാറ്റിക്കൊണ്ട് സ്വാതി വന്ന് അവനെ താഴെ ഇറക്കി ഷേക്ക് ഹാൻഡ് നൽകി. അത് കണ്ട് അവളുടെ മനസ്സ് പിടഞ്ഞു. വിഷമത്തോടെ അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനൊരു സന്തോഷ വാർത്ത പറഞ്ഞു. ഈ ഞായറാഴ്ച എല്ലാവരും കൂടി സുധിയങ്കളുടെ വീട്ടിൽ വിരുന്നിന് പോകുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. അവളോട് മനസ്സമാധാനത്തോടെ 2 വാക്ക് സംസാരിക്കാമല്ലോ അവൾ മനസ്സിൽ കരുതി. എന്നാൽ വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. അവൻ ട്യൂഷന് പോയിരിക്കുകയാണ്, വൈകുന്നേരമേ വരൂ എന്ന് പറഞ്ഞപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് വിനു വന്നത്. മാഷിന് സുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ട്യൂഷനില്ലെന്ന് എന്ന് പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷമായി. പക്ഷേ അവൻ തന്നോടധികം സംസാരിക്കാനൊന്നും നിന്നില്ല. എപ്പോഴും കുട്ടനും മാലവും ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാനും അവൾക്ക് സാധിച്ചില്ല. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്നു. അവനെ കാണാനായി അവൻ്റെ ഒരു നോട്ടത്തിനായി അവൾ അവനെ നേരെ എതിർവശത്തുള്ള സീറ്റിൽ ചെന്നിരുന്നു. എന്നാൽ അവൻ്റെ ശ്രദ്ധ ഫോണിലാണെന്ന് കണ്ടപ്പോൾ അവൾ നിരാശയോടെ മുഖം കുനിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് അന്ന് അവൾ ആ വീടിൻ്റെ പടി ഇറങ്ങിയത്. കാറിൻ്റെ ഹോണടി കേട്ടി മാനസി ഞെട്ടി എഴുന്നേറ്റു. കമലേ, ദേ അവരെത്തി. താഴെ നിന്ന് മോഹൻ്റെ ശബ്ദം കേട്ട് അവൾ പതിയെ എഴുന്നേറ്റു. ആകാശത്ത് കാർമേഘങ്ങൾ പെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൾ വിഷമത്തോടെ ചുമരും ചാരി നിന്നു. കാലം പിന്നെയും കടന്നുപോയി. വിനു പഠിച്ച് ഒരു ഡോക്ടറായി. ഒപ്പം സ്വാതി. ഇരുവർക്കും ഒരേ ആശുപത്രിയിൽ തന്നെ ജോലി കിട്ടി. ഒരിക്കൽ മോഹൻ വിവാഹത്തെക്കുറിച്ച് മാനസിയോട് സംസാരിച്ച്. മാനസി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ നിർബന്ധം കൂടി വന്നപ്പോൾ പിന്നെ ഒന്നും മറുത്തു പറയാൻ തോന്നിയില്ല. എന്തൊക്കെയായാലും തൻ്റെ ഇഷ്ടം വിനുവിനോട് തുറന്നു പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു. അതിനായി അവൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് അവൾ ചെന്നു. അവനെ കാണാനായി ക്യാബിനിലേക്ക് നടക്കവേ കണ്ട് കോറിഡോറിൻ്റെ അറ്റത്ത് നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന വിനുവിനെയും സ്വാതിയെയും. അത് കണ്ടതും അവളുടെ മനസ്സ് തകർന്നു. ഒന്നും പറയാതെ മുഖം കുളിച്ചുകൊണ്ട് അവൾ അവരെ കടന്നുപോയി. അവൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു കൂടിയില്ല എന്ന് തോന്നിയപ്പോൾ നെഞ്ചു പിളരുന്നത് പോലെ തോന്നി. നടന്ന് നീങ്ങവേ നേഴ്സുമാർ പരസ്പരം പറയുന്നത് കേട്ടു. സ്വാതി ഡോക്ടർ വിനു ഡോക്ടറും കൊണ്ടേ പോകൂ. അത് പറഞ്ഞ് അവർ ചിരിച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടി. ആളില്ലാത്ത ഒരു കോർണറിൽ എത്തിയതും അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മതിയാക്കാം, എല്ലാം ഇവിടെ വെച്ച്. വിനുവേട്ടൻ തനിക്ക് അർഹതപ്പെട്ടവനല്ല. അർഹിക്കാത്തത് ആഗ്രഹിച്ചാൽ അവസാനം വേദനിക്കേണ്ടി വരും എന്ന കാര്യം താൻ ഓർക്കേണ്ടതായിരുന്നു. ഓർത്തില്ല. അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കണ്ണ് തുടച്ചുകൊണ്ട് അവൾ നടന്നു. ചേച്ചി, കതക് തുറക്ക്. മാലുവിൻ്റെ ശബ്ദം കേട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. മാലു അതിശയത്തോടെ അവളെ നോക്കി. ഹായ്, എൻ്റെ ചേച്ചിക്കാണ് സുന്ദരമായിട്ടുണ്ട്. വാ, അവരോട് കാത്തിരിക്കുക. മാലുവിനൊപ്പം യാന്ത്രികമായി അവൾ താഴേക്ക് നടന്നു. അടുക്കളയിൽ ചെന്ന് ചായയും എടുത്ത് അവൾ ഹാൾമുറിയിലേക്ക് ചെന്നു. മുഖം കുനിച്ച് ചെറുക്കന് മുന്നിൽ ചെന്ന് അവൾ ചായ നീട്ടി. നീ എന്താ മുഖം കുനിച്ച് നിൽക്കുന്നത്? ചെറുക്കനെ നോക്കുമോളെ. അവൾ പതിയെ മുഖമുയർത്തി നോക്കിയത് ഷോക്ക് ഏറ്റതുപോലെ നിന്നു. ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കുന്ന വീണു. അവൾ വിശ്വാസം വരാതെ ചുറ്റും നോക്കി. അച്ഛനൊപ്പം ഇരിക്കുന്ന സുധിയെയും ശോഭയെയും കണ്ടതും അവൾ ആകെ അന്താളിച്ചു പോയി. അതിശയിക്കേണ്ട മോള, ഇത് തന്നെ പയ്യൻ, ഞങ്ങളുടെ മകൻ വിനു. ഇഷ്ടമായ മോക്ക്? ശോഭ ചോദിച്ചു. അവൾക്ക് എന്തു പറയണം എന്നറിയില്ലായിരുന്നു. കേട്ടു മോഹന, വിവാഹകാര്യം പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത് എന്താണെന്നോ? മാനസിയല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്നാ. സുധി പറഞ്ഞത് കേട്ട് അവൾ വിനുവിനെ നോക്കി. അവൻ പുഞ്ചിരിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് മുകളിലേക്ക് ഓടി. ജനാലക്കരിയിൽ നിന്ന് അവൾ കിതച്ചു. കഴിഞ്ഞതൊന്നും വിശ്വസിക്കാൻ അവൾക്കായില്ല. നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെയെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്നും താൻ ഒരിക്കലും ഉണരരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ വാതിക്കൽ വിനു വന്നു നിന്നു. ചെറുചിരിയോടെ അവൻ അവളെ നോക്കി.
തൻ്റെ മനസ്സിൽ ആളാകെ മാറിയിരിക്കുന്നു. അവളെ ആദ്യ കണ്ട നിമിഷം ആ മനസ്സിലോർത്തു. തറവാട്ടുകീഴിലെ അകത്തളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഒരു കൈ തോളിൽ വന്ന് പതിഞ്ഞത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടി. കണ്ട മാത്രമേ മനസ്സിൽ പതിഞ്ഞു മുഖം. അന്ന് രാത്രി മുഴുവനും അവളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അവൾ പഠിക്കുന്ന സ്കൂൾ കണ്ടുപിടിച്ച് അച്ഛനോട് വാശി പിടിച്ച് അതേ സ്കൂളിൽ താനും അഡ്മിഷൻ വാങ്ങിച്ചു. അവൾ കാണാതെ എല്ലാ ദിവസവും അവൻ അവളെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് അവളെ ഒന്ന് കാണാൻ കൂടി കിട്ടാതായപ്പോൾ ഒരു ബുദ്ധി തോന്നിയാണ് സ്റ്റേജിൽ കയറി പാട്ട് പാടിയത്. തൻ്റെ പാട്ട് കേട്ടാൽ അവൾ വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുപോലെ സംഭവിച്ചു. തൻ്റെ പാട്ട് കേട്ട് ദൂരെ നിന്ന് ഓടി വരുന്ന മാനസിയെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. തന്നോട് സംസാരിക്കാനായി വന്ന അവൾ നിരാശയോടെ മടങ്ങിപ്പോകുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. വിരുന്നിന് വന്ന ദിവസം അവളെ കാണാനായി മാഷിന് സുഖമില്ലെന്നും ട്യൂഷനില്ലെന്നും അച്ഛനോടും അമ്മയോടും കള്ളം പറയേണ്ടി വന്നു അവന്. അവൻ്റെ നോട്ടത്തിനായി കൊതിച്ച് അവൻ്റെ എതിർവശത്ത് ഇരുന്നവൾ ഒടുക്കം നിരാശയോടെ മുഖം കുനിച്ചു. അന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഫോണിൽ അവളുടെ ഫോട്ടോയെ നോക്കിയിരിക്കുകയായിരുന്നു അവനിന്ന്. മാനസി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവൻ മുകളിൽ വെച്ച് തന്നെ കണ്ടിരുന്നു. ഒരു കുസൃതി തോന്നി സ്വാതിയെ വിളിച്ച് സംസാരിച്ചതും അവളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയതും. പക്ഷേ തനിച്ച് മാറി നിന്ന് അവൾ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് പിടഞ്ഞു. മതിയാക്കാം മോളെ, ഇനി ഈ ഒളിച്ചു കളി, അവൻ പറഞ്ഞു. വിനു അകത്തേക്ക് വന്നു. മനസ്സി, അവൻ്റെ വിളി കേട്ട് അവൾ പതിയെ തിരിഞ്ഞു നിന്നു. പുഞ്ചിരിയോടെ അവനൊരു മാല എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ലവ് ചിഹ്നത്തിലുള്ള ലോക്കറ്റുള്ള ഒരു മാല. അവൻ ലോക്കറ്റ് തുറന്നത് ഒരു മ്യൂസിക് ആയിരുന്നു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. അവൻ പതിയെ ചിരിച്ചു. ഒരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങാനായി ശരണ്യക്കൊപ്പം മാനസിയും പോയി. ഫാൻസി കടയിൽ കാർഡ് സെലക്ട് ചെയ്യുമ്പോഴാണ് അറിയാതെ കൈതട്ടി ഒരു മാല താഴേക്ക് വീണത്. മാനസി അത് എടുത്തു വെച്ചതും ലോക്കറ്റ് തുറന്ന് മ്യൂസിക് മുഴങ്ങാൻ തുടങ്ങി. അവൾ കൗതുകത്തോടെ മാല നോക്കി. ഹായ്, നല്ല മാല, ഇതെന്താ വില? 100 രൂപ. വിലക്കെടുത്തും നിരാശയോടെ അവൾ തിരിഞ്ഞു നടന്നു. അവർ പോയതും പുറത്ത് മറഞ്ഞു നിന്ന് എല്ലാം കാണുകയായിരുന്നു. പിന്നെ അകത്തേക്ക് കയറി വന്നു. ചേട്ടാ, എനിക്ക് ഈ മാല വേണം, അവൻ പറഞ്ഞു. ഇത് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ച സമ്മാനം, എൻ്റെ പ്രണയ സമ്മാനം. ഇത് സ്വീകരിക്കില്ലേ? അവൻ മാല അവളുടെ കയ്യിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അവൻ സന്തോഷത്തോടെ അവളെ ചുറ്റിപ്പിടിച്ചു. എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നേരത്തെ എന്നോട് അത് പറയാതിരുന്നത്? അവൾ പരിഭവത്തോടെ ചോദിച്ചു. അവൻ ചിരിച്ചു. പരാതിയുള്ള പ്രണയത്തിന് മധുര കൂടുതലടി. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചാൽ വിവാഹത്തിന് ശേഷം പ്രണയിക്കാൻ നമ്മൾ മറന്നുപോയാലോ? നമുക്കിനി പ്രണയിക്കാടി ജീവിത അവസാനം വരെ. അവൻ അവളെ മുറുകെ പുണർന്നു. ഒരു ഇടിമുഴക്കത്തോടെ കാർമേഘം മണിലേക്ക് പെയ്തിറങ്ങി. സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംഗീതം മൂളിക്കൊണ്ട് വേനൽ മഴ ഭൂമിയെ പൊലുക്കി. ഒരു പുതിയ തുടക്കത്തിനായി അവസാനിച്ചു.